എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. നമ്മള് 32 ശ്ലോകങ്ങളാണ് നോക്കിയത്. 32ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നോക്കിയത്. അതില് ഞാൻ എന്റേത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശരീരം എന്റേത് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നു. എന്റെ കൈ, എന്റെ കാല് എന്നൊക്കെ പറയുന്നു. അപ്പൊ ആ ശരീരം എങ്ങനെ ഞാനാകും? ആകില്ല എന്നുള്ളതിന് വ്യക്തമായിട്ട് അഹം ദൃഷ്ടതയാ സിദ്ധ എന്നുള്ള വാക്ക് വെച്ച് പറഞ്ഞു. കാണുന്നവൻ ഒരിക്കലും കാണപ്പെടുന്ന വസ്തുവാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് നമ്മളെ ഒരു യുക്തി കൊണ്ട് മനസ്സിലാക്കി. അടുത്ത യുക്തി പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ശങ്കരാചാര്യസ്വാമികൾ യുക്തിയിൽ 1-2 കാര്യം നമുക്ക് പറഞ്ഞു തരുന്നു വളരെ ഭംഗിയായിട്ട്. രണ്ടാമത്തെ യുക്തി ഇപ്പൊ വരുന്നു. അഹം വികാരഹീനസ്തു ദേഹോ നിത്യം വികാരവാൻ ഇതി പ്രതീയത്തെ സാക്ഷാത് കഥം സ്യാത് ദേഹഃ പുമാൻ. അഹം വികാരഹീനസ്തു ദേഹോ നിത്യം വികാരവാൻ ഇതി പ്രതീയത്തെ സാക്ഷാത് കഥം സ്യാത് ദേഹഃ പുമാൻ. ഇതിൽ പുതിയ അടുത്തൊരു യുക്തിയിലേക്ക് പോവാണ് ആചാര്യസ്വാമികള്. ഇവിടെ പറയുന്ന യുക്തി ഒന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് വികാരം. മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ വികാരം എന്നുള്ളത് കൊണ്ട് ഇവിടെ ആത്മീയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ വികാരം എന്നുള്ള വാക്കിനെ മാറ്റത്തിനാണ് ഉപയോഗിക്കുക. ആരെങ്കിലും ഒരുവൻ ആ മാറ്റങ്ങളെ അറിഞ്ഞാൽ അറിയുന്നവൻ ആ മാറ്റത്തിന് വിധേയനല്ല, അല്ലെ? മാറുന്നതിനെ അറിയുന്ന ഒരു ആള് ഒരിക്കലും ആ മാറ്റത്തിന് വിധേയനല്ല. അങ്ങനെയാണെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അപ്പോ മാറ്റത്തെ അറിയുന്ന മാറാത്ത ഒരു തത്വമുണ്ട്. എല്ലാ മാറ്റങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മാറാത്ത ഒരു തത്വം, അതാണ് വികാരത്തിൽ നിന്ന് വേറെയായിരിക്കുന്നത്. ആ തത്വം വികാരത്തിൽ നിന്ന് വേറെയായിരിക്കുന്നു, മാറ്റത്തിൽ നിന്ന് വേറെയായിരിക്കുന്നു. കാരണം മാറ്റം അഥവാ വികാരം എന്നത് ഒരു വിധമായ മരണം തന്നെയാണ്. അത് ഒരു വിധത്തിലുള്ള മരണം തന്നെയാണ്, ഇല്ലാണ്ടാവുകയാണ്, മരണമാണ്, നശിച്ചു പോവുകയാണ്. നശിച്ചു പോകുന്നത് തന്നെയാണ് ഈ മരണം എന്ന് പറയുന്നത്. അല്ലാതെ മരണം എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സംഭവമൊന്നുമല്ല. ഒരു പുഴു ചിത്രശലഭമായി മാറുമ്പോൾ ആ പുഴു എന്ന സംഭവം അവിടെ മരിച്ചു കഴിഞ്ഞു. പിന്നീട് അത് ചിത്രശലഭമാണ്. ആ പുഴു രൂപം അവിടെ മരിച്ചു പോകും. ഇതേപോലെ നമ്മളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കുഞ്ഞിലെ ഉള്ള ആ രൂപമാണോ ഇപ്പോ? ആ രൂപം എന്നേ പോയി. അങ്ങനെ ആ എന്നും ഓരോ നിമിഷവും രൂപത്തില് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രൂപം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ രൂപം വരിക. അതേമാതിരി ചിത്രശലഭത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു മാറ്റമാണെങ്കിലും ആ പുഴുവിന്റെ രൂപം അവിടെ ഇല്ല, അത് രൂപം മരിച്ചുപോയി കഴിഞ്ഞു. പക്ഷെ ആ പുഴു അറിയും ഞാനൊരു പുഴുവായിരുന്നു എന്നുള്ളത്. പുഴുവിന്, ആ ചിത്രശലഭത്തിന് അറിയാം ഞാനൊരു പുഴുവായിരുന്നു എന്ന്. അതുപോലെയല്ലേ നമ്മുടെ അവസ്ഥ. നമ്മൾ കുഞ്ഞായിരുന്നു എന്നറിയാം, യൗവനത്തിലായിരുന്നു എന്നറിയാം, ശരീരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാം, ഈ പ്രായമായപ്പോ അറിയാം, നേരത്തെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ശരീരം മരിക്കുമ്പോ ആ ശരീരത്തിലെ ആത്മാ, ആ ജീവശക്തി മരിക്കുന്നില്ല. കുഞ്ഞിലെയുള്ള ശരീരം പോയല്ലോ, മരിച്ചുപോയത്, അതില്ല. ആ മാറ്റം വന്നപ്പോ പഴയത് പോയി, പഴയത് നശിച്ചു. ഇപ്പൊ കാണാൻ പറ്റുമോ? പറ്റില്ല. മാറിക്കഴിഞ്ഞു, എല്ലാം മാറിക്കഴിഞ്ഞു, മൊത്തം മാറിക്കഴിഞ്ഞു. അപ്പൊ അതിനെ പക്ഷം നമ്മൾ മരണമായിട്ട് കാണുന്നില്ല. അവിടെയാണ് നമ്മുടെ കുഴപ്പം. അത് പോയി, നശിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നുള്ള അർത്ഥം. പക്ഷെ ഞാനുണ്ടല്ലോ, അതിനെ ഞാൻ അറിഞ്ഞു,
ഇന്ന് ഞാൻ അറിഞ്ഞു, പഴയതിനെ ഞാൻ അറിഞ്ഞു, ഇപ്പോഴും ഞാൻ അറിയുന്നു, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ ഞാൻ മരിച്ചിട്ടില്ല. ആ രൂപം മരിച്ചുപോയി, ഞാൻ മരിച്ചിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ഈ രൂപവും മരിക്കും, ഞാൻ മരിക്കില്ല. ഇപ്പോൾ ഉള്ള രൂപവും മരിക്കും, ഞാൻ മരിക്കില്ല. അത് ഉൾക്കൊള്ളണം. അതിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ആ ഉൾക്കൊള്ളലാണ് പ്രധാനം. ഞാൻ ഉണ്ട് എന്നും, എന്നും ഞാൻ ഉണ്ട്. കുഞ്ഞിലെ ശരീരം ഉണ്ടായിരുന്നു, ആ ശരീരം ഉണ്ടായിരുന്നു ഞാൻ എനിക്കിപ്പോൾ അറിയാം. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്ന് പറയാറുണ്ട്, എനിക്കറിയാം. ഓരോ ഇത്രയും നാൾ, ഇപ്പൊ ഒരു 65, 70, 80 വയസ്സായെങ്കിൽ ഇത്രയും നാൾ ഞാൻ ഉണ്ടായിരുന്നത് എനിക്കറിയാം. ആ ശരീരത്തിലെ മാറ്റങ്ങൾ ഞാൻ അറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും അന്നും ഇന്നും ഞാൻ തന്നെ. ഈ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും, എനിക്കൊരു വ്യത്യാസവും വരില്ല. വീണ്ടും ചിലപ്പോൾ ഒരു ശരീരം കിട്ടിയേക്കാം. അപ്പോ ഈ ഓർമ്മ, അപ്പൊ എന്തേ ഓർമ്മയില്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പോ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ ആദ്യത്തെ ടീച്ചർ വന്നിട്ട് ഇന്ന കാര്യമാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. 2ാമത്തെ മണിക്കൂറിൽ ഇന്ന ആളാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. കുറെ കാര്യങ്ങൾ അറിയാം, കുറെ കാര്യങ്ങൾ അറിയാനേ മേല. എത്രയോ മനുഷ്യരുമായിട്ട് എന്തെല്ലാമോ സംസാരിച്ചിട്ടുണ്ട്, അതെല്ലാം അറിയാവോ? അറിയില്ല. എത്രയോ ഓഫീസുകൾ എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ ഓർമ്മയുള്ളൂ. നമ്മൾ ഒരു ജീവിതത്തിൽ ചെയ്തതിന് വളരെ ചെറിയ % നമുക്ക് ഓർമ്മയുള്ളൂ, ബാക്കി ഒന്നും ഓർമ്മയില്ല, എല്ലാം പോയി കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഈ ശരീരം വിട്ട് പോകുമ്പോഴും ക്യാരി ഫോർവേഡ് കൊണ്ടുപോകുന്നത് വളരെ തുച്ഛമായതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് വാസനകൾ. അതാണ് വീണ്ടുള്ള ജനനത്തിന് കാരണം. വാസന ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്, നിറഞ്ഞിരിക്കുക നമ്മുടെ ഉള്ളിൽ. അതാണ് തൃപ്തി ആകാത്ത കാര്യങ്ങളാണ് വാസനയായിട്ട് വരിക. എന്താണോ ഈ ജീവിതത്തിൽ തൃപ്തിയാകാതെ ഉള്ളിലുള്ളത്, അതാണ് വാസനയായിട്ട് നമ്മളെ പിന്തുടരുന്നത്. അത് തൃപ്തിയായ പിന്നെ ആ വാസന നിൽക്കത്തില്ലല്ലോ. പിന്നെ തൃപ്തിയായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അത് തൃപ്തി എന്നല്ല അതിന് പറയുന്നത്, അത് എൻജോയ് ചെയ്തിട്ട് വീണ്ടും എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ. ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. അതിന് തൃപ്തി എന്ന് പറയത്തില്ലല്ലോ. എത്രയോ സന്തോഷമായ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു, ചിലതിനൊക്കെ നമ്മൾ പറയും തൃപ്തിയായി, ഇനി എനിക്കതിനെക്കുറിച്ച് യാതൊന്നുമില്ല, ഞാനിപ്പോ തൃപ്തനാണ് എന്ന് പറയും. വളരെ ചെറിയ, വളരെ ചെറുതല്ല, ഏറ്റവും കുറവ് കാര്യങ്ങളിലെ നമ്മൾ അങ്ങനെ പറയാറ്. ഏറ്റവും കുറവ് കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെ നോക്കിയാൽ. ജീവിതത്തിൽ ഇപ്പൊ ഒന്ന് നോക്കുക, ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കുക. തൃപ്തിയായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എത്ര കാര്യങ്ങളുണ്ട് ഒന്ന് എണ്ണി നോക്കുക. ഇനിയും വേണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര കാര്യങ്ങളുണ്ടെന്ന് എണ്ണി നോക്കുക. അപ്പൊ നമുക്കറിയാൻ പറ്റും നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു. ഇത് സ്വയം ഒരു അനാലിസിസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ തൃപ്തനാണോ? എന്തിലെല്ലാം തൃപ്തനാണ്? എന്തിനാണ് ഇനി തൃപ്തിക്കുറവുള്ളത്? ഈ തൃപ്തിക്കുറവ് എന്നെ അടുത്തൊരു ജന്മത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകളുണ്ടോ? അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ? ചില വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ ഫലം ഇപ്പൊ കിട്ടി കാണില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇനി ഒരു ജന്മം വേണ്ടി വരും. അപ്പൊ അതും കൂടെ ഇപ്പൊ ചിന്തിക്കണം. ഈശ്വരനോട് സറണ്ടർ ചെയ്തിട്ട് പറയണം, അങ്ങനെ ഇനി പലത് അങ്ങനെ അറിയാതെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോ, വേദാന്തമൊക്കെ പഠിച്ചപ്പോ കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ നേരത്തെ അങ്ങനെ ചില വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സാധിക്കാനായിട്ട്. അപ്പോ ഭഗവാനെ, ഇപ്പോൾ ഞാനിതാ പൂർണ്ണ ശരണാഗതിയിലേക്ക് വന്നിരിക്കുന്നു. കർത്തൃത്വം ഞാൻ ഇതാ അങ്ങയിൽ സമർപ്പിക്കുന്നു. എനിക്ക് കർത്തൃത്വമില്ല, എനിക്ക് ഒന്നും വേണ്ട ഭഗവാനെ. അന്ന് ഞാൻ തെറ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ, അത് എനിക്ക് വേണ്ട, അതിന്റെ ഫലം എനിക്ക് വേണ്ടെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇപ്പൊ കാണണം. എന്തിന്? നമ്മള് ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിപ്പോ പറയാൻ സാധിക്കണം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, ആ ശരീരത്തിലെ ജീവശക്തി മരിക്കുന്നില്ല. അതിനാലാണ് പുഴു ഞാൻ ചിത്രശലഭമായി ഇപ്പോൾ പുഴുവല്ല എന്ന് പോലും മനസ്സിലാക്കുന്നത്. ആത്മാവിന് മരണമില്ല. നമ്മുടെ ജീവിതത്തിലെ ബാല്യം, യൗവനം, വാർദ്ധക്യം എല്ലാം നാം അറിയുന്നതിനാൽ നാം ആത്മാ തന്നെയാണ്. ഉറപ്പാണ്, നമ്മൾ ആത്മാവാണ്, ശരീരമല്ല. ശരീരമല്ല. യുക്തിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നിസ്സാര മാറ്റത്തിന്റെ കാര്യത്തിൽ യുക്തി വെച്ചിട്ട് പറഞ്ഞു, അല്ലാതെ എത്രയോ പറഞ്ഞു തന്നു കഴിഞ്ഞു നമുക്ക്. ബാല്യത്തിലെ ശരീരം മരിച്ചു, യൗവനത്തിലെ ശരീരവും മരിച്ചു, വാർദ്ധക്യം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, അതും നശിക്കും. പക്ഷെ ഞാൻ നാശമില്ലാത്തവൻ തന്നെയാണ്, മരിക്കില്ല, അമരനാണ്. നമ്മള് അമരന്മാരാണ്. ആത്മസ്വരൂപലാര എന്നാണ് ഭഗവാൻ വിളിക്കുക. നിന്റെ സ്വരൂപം ആത്മാവാണ്, ശരീരമല്ല.
എന്ന് തന്നെയാണ് ഭഗവാൻ എപ്പോഴും വിളിക്കുക. നിത്യനാണ്, ശുദ്ധനാണ്, അതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഞാൻ മാറ്റത്തിന് വിധേയനായാൽ പിന്നെ മാറ്റത്തെ എനിക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാറ്റത്തിന് വിധേയനല്ല. ഈ ശരീരമാണ് മാറ്റത്തിന് വിധേയമായിരിക്കേണ്ടത്. ആ മാറ്റത്തെ ഞാൻ അറിയുകയും ചെയ്യുന്നു. മാറ്റം തുടർന്നുകൊണ്ടേയിരിക്കുന്നതിനാൽ മാറ്റത്തെ അറിയുന്ന ഒരു ആധാരം ഉണ്ടായിരിക്കും. മാറ്റം തുറന്നുകൊണ്ടിരിക്കുന്നതിനാൽ മാറ്റത്തെ അറിയുന്ന ഒരു ആധാരം ഉണ്ടായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം അതാണ്, ആ ആധാരമാണ് ഞാൻ തന്നെ. ആ ആധാരമാരാണ്? ഞാൻ തന്നെ. ഇപ്പൊ ഞാൻ ആരാണ്? ആത്മാ. ആധാരമാരാണ്? ആത്മാ. ട്രെയിൻ ഓടുമ്പോ പാളങ്ങൾ ഓടുന്നുണ്ടോ? ഇല്ലല്ലോ. പാളം സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അത് സ്ഥിരമായാലേ ഓടാൻ പറ്റുള്ളൂ. പാളം ചലിക്കുന്ന പാളമാണെങ്കിൽ ഓടാൻ പറ്റുമോ? ട്രെയിൻ ഓടാൻ പറ്റുമോ? ഇല്ല. പാളം സ്റ്റഡി ആയതിനാൽ ട്രെയിൻ സുഗമമായിട്ട് ഓടുന്നു. ഞാൻ മാറ്റമില്ലവനായിട്ട് ഇരിക്കുന്നതിലാണ് ഈ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്കും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈ ശരീരത്തിനും മാറ്റങ്ങളുണ്ട്. ഞാനും ശരീരം ഒന്നാണെങ്കിലോ ഈ ട്രെയിനിന്റെ കാര്യം പറഞ്ഞ പോലെ നടക്കത്തില്ല. അപ്പൊ മാറ്റമില്ലാത്ത ഞാനിവിടെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട്, ഞാൻ ഈ മാറ്റത്തെ അറിയുന്നത് കൊണ്ടും എന്നിലുള്ള ശക്തി കൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആത്മാവിലുള്ള ആ ആത്മാവിന്റെ പ്രഭാവം കൊണ്ട് തന്നെയാണ് നമ്മൾ നടക്കുന്നത്. സാക്ഷിയായിട്ടിരിക്കുന്ന ആ ശക്തി തന്നെയാണ് ഇതിന്റെ എല്ലാം പുറകില്. സ്ഥൂലദേഹവും സൂക്ഷ്മദേഹവും മാറിക്കൊണ്ടിരിക്കും. സ്ഥൂലം മാത്രമല്ല മാറുന്നേ. ഇപ്പൊ പറഞ്ഞത് സ്ഥൂലത്തിന്റെ കാര്യ. സൂക്ഷ്മത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. എന്താണ് സൂക്ഷ്മ ശരീരം? അറിയാലോ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. 4 നമുക്ക് തൽക്കാലം എടുത്തു പറയാം. മനസ്സിന് മാറ്റമുണ്ടോ ഇല്ലയോ? കുഞ്ഞിലെയുള്ള മനസ്സാണോ? യൗവനത്തിലെയുള്ള മനസ്സാണോ? അല്ല. മനസ്സിന് ഒരുപാട് മാറ്റം സംഭവിച്ചു. ഞാൻ ആ മാറ്റത്തെ അറിയുന്നുണ്ട്. ഞാൻ തന്നെയാ പറയുന്നത് എൻ്റെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടായി എന്ന്. ബുദ്ധിയിൽ മാറ്റങ്ങൾ ഉണ്ടായില്ലേ? കൊച്ചിലെയുള്ള ബുദ്ധിയാണോ അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്തെ ബുദ്ധിയാണോ? അല്ല. കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും? ഈ ബുദ്ധി കുഴപ്പവും ചെയ്യും. ഇപ്പൊ നല്ല ബുദ്ധിയാണെന്നാണ് ഇപ്പൊ നമ്മുടെയൊക്കെ വിചാരം. പ്രായം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു നമ്മുടെ കൂടെയുള്ള, നമ്മളെക്കാട്ടിലും പ്രായമുള്ള ഏതാണ്ട് ഡേറ്റുകളൊക്കെ നോക്കി ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയും എല്ലാം ബുദ്ധിയൊക്കെ പോയി, ഇപ്പൊ ഒന്നുമില്ല, ഒരു ബുദ്ധിയില്ല, ഒന്ന് സൂക്ഷിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചല്ലേ പറ്റുള്ളൂ. അവർക്കിപ്പോ ബുദ്ധി ഇല്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. അവർക്കിപ്പോ ഓർമ്മയില്ലല്ലോ. അവർ ഓർമ്മയില്ലാതെ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു നമ്മൾ പറയുന്നില്ലേ? നമ്മുടെ വീടുകളിൽ തന്നെയില്ലേ? അപ്പോ സൂക്ഷ്മ ശരീരം അവിടെ പ്രശ്നം തുടങ്ങി. സൂക്ഷ്മ ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടായി. മാറി 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 പല രീതിയിലും മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാ മാറണമെന്ന് പറയാൻ പറ്റാത്ത വിധം മാറിക്കൊണ്ടിരിക്കുന്നു. അതും നമ്മൾ അറിയുന്നുണ്ട്. അപ്പോ ഒരു സ്റ്റേജില് സൂക്ഷ്മ ശരീരത്തിന്റെ മാറ്റത്തെ അവനവൻ അറിയാത്തൊരവസ്ഥയിലേക്ക് പോകും. അവനവൻ അറിയാത്തൊരവസ്ഥയിലേക്ക് വരെ അത് കടന്നു കൊണ്ടുപോകും നമ്മളെ. അതിനു മുമ്പേ ഇപ്പോ ആ പൂർണ്ണ ബോധമുള്ള സമയത്ത് ഈ സൂക്ഷ്മ ശരീരത്തിലെ മാറ്റവും നമ്മൾ അറിയണം. ഞാൻ സൂക്ഷ്മ ശരീരവും ഈ മനസ്സല്ല ഞാൻ എന്ന് അറിഞ്ഞുറപ്പിച്ചാൽ ആ പ്രശ്നം ഉണ്ടാകത്തില്ല. അവസാനം വരെ ഈ ശരീരത്തിൽ നിന്ന് ഈ ആത്മാ ശരീരം വിടുന്നവരെ ആ പ്രശ്നം ഉണ്ടാകത്തില്ല. എന്തെല്ലാം വായിച്ചാലും ചെയ്താലും കാര്യമില്ല. ഈ സത്യം മനസ്സിലാക്കിയാൽ മാത്രമേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പ്രായമായി വരുന്ന നമ്മളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ എന്താ പറയുക, നമ്മളിലുള്ള ആ ബുദ്ധിയെ, ഈശ്വരീയതയെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് അപാകത സംഭവിക്കില്ല. അവസാന നിമിഷം വരെ സ്വബോധത്തോടു കൂടി ഇരിക്കാം. സ്വബോധത്തോടു കൂടി ശരീരം വിടാം. അല്ലാത്തടത്തോളം കാലം സ്വബോധം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ഇത് തിരിച്ചറിയാൻ പറ്റുക, അറിയുന്നുണ്ടാവും, പക്ഷെ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നിനും സാധിക്കത്തില്ല. അറിയുന്നില്ല എന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ ആരാ മുമ്പിൽ വന്നു എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആരാ ഇപ്പൊ വന്നേ, ആരാ വന്നിച്ചു പോയേ അറിയില്ല. ചിലപ്പോ അമ്മ ഞാൻ ഇതിന്ന ആളാണ് എന്ന് പറയുമ്പോഴും അയ്യോ അറിയില്ല എന്ന് പറയും. അപ്പൊ ആ കഴിവും പോയി അവിടെ. ഈ ഉള്ളിലുള്ള ആത്മാവിനെ തിരിച്ചറിയാനുണ്ടായിരുന്ന കഴിവും കൂടെ അവിടെ നഷ്ടപ്പെടും. അപ്പൊ അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും സൂക്ഷ്മ ശരീരത്തിന്റെ കാര്യത്തില്. അഹം വികാരഹീനഃ,
അഹം വികാരഹീന. ആദ്യത്തെ അഹം വികാരഹീനസ്തു. അഹം വികാരഹീന. അപ്പൊ എന്താണ്? വികാരമില്ലാത്തവനാണ് ഞാൻ, മാറ്റമില്ലാത്തവനാണ്. പക്ഷെ ആളുകൾ സാധാരണ പറയും താങ്കൾ ആകെ മാറിപ്പോയി കേട്ടോ. അവരെന്തിനാ ഉദ്ദേശിക്കുന്നേ? അവർ ഈ സ്ഥൂല ശരീരത്തെയും ഉദ്ദേശിക്കുന്നു, സൂക്ഷ്മ ശരീരത്തെയും ഉദ്ദേശിക്കുന്നു. ആള് മാറിപ്പോയി, പണ്ടത്തെ സ്വഭാവം ഒന്നല്ല ഇപ്പോ സൂക്ഷ്മ ശരീരത്തെയും അവരുദ്ദേശിച്ചു. പിന്നെ നല്ല വണ്ണമൊക്കെ വെച്ചു, പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, വളരെ മെലിഞ്ഞായിരുന്നിരുന്നേ. അപ്പൊ എന്തായി? സ്ഥൂല ശരീരത്തെ ഉദ്ദേശിച്ചു. അപ്പൊ ഒരാള് താങ്കളാകെ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഒന്നിലെ സൂക്ഷ്മത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ഥൂലത്തെ ആയിരിക്കാം, അല്ലാതെ ആത്മാവിനെ അല്ല. അങ്ങനെ ആരും പറയാറില്ല. മനസ്സും മാറിയിട്ടുണ്ട്. ശരീരം എന്ന സ്ഥൂലവും മനസ്സെന്ന സൂക്ഷ്മവും രണ്ടും മാറിയിട്ടുണ്ട്. അനാത്മാ ലെവലിലാണ് ഈ മാറ്റം മുഴുവൻ സംഭവിക്കുന്നത്. ആത്മാ ലെവലിലല്ല, അനാത്മാ ലെവലിലാണ് ഈ മാറ്റം. ആത്മാവിന് മാറ്റം ഇല്ല. അത് മനസ്സിലാക്കാനാണ് വീണ്ടും വീണ്ടും ആചാര്യസ്വാമികൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥൂല ശരീരത്തിന് സമയാസമയങ്ങളിൽ മാറ്റം വേണം. മാറ്റമില്ലെങ്കിലും നമ്മൾ എന്ത് പറയും? കുഞ്ഞായിട്ട് എന്നും 25 വയസ്സിന് കുഞ്ഞായിട്ടിരുന്ന എന്ത് പറയും? മന്ദബുദ്ധി എന്ന് പറയും. അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ഇടയിൽ അതും കാണുന്നുണ്ടല്ലോ. അപ്പോ അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അനാത്മാവിന്റെ അടുത്തുള്ള സംഭവങ്ങളാണ്. ചിലത് അങ്ങനെ സംഭവിച്ചു പോകുന്നു. ഇങ്ങനെ ശരീരം മാറ്റത്തിന് വിധേയമാകുന്നതിനാൽ അതെങ്ങനെ ഞാനാവും? അതെങ്ങനെ ആത്മാവാകും? മാറുന്നതൊന്നും ആത്മാ അല്ല. അത് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അത് സ്ഥിരം നിത്യം എന്നുള്ള വാക്കൊക്കെ പഠിച്ചപ്പോ പഠിച്ചു. ദേഹാത്തു വികാരവാൻ. ദേഹം ആകട്ടെ മാറ്റമുള്ളവനുമാണ്. അഹം വികാരഹീനഹാത്തു ദേഹ നിത്യം വികാരവാൻ. നിത്യം, എപ്പോഴും, എല്ലാ കാലത്തിലും കോൺസ്റ്റന്റ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്ത്? ശരീരത്തിന്റെ മാറ്റം. ശരീരത്തിന്റെ മാറ്റം തുടർന്നുകൊണ്ടേയിരിക്കുക. അനുനിമിഷം ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ സെല്ലുകളും മരിക്കുന്നു, പുതിയ സെല്ല് ഉണ്ടാവുന്നത്, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് പ്രതീയതയെ സാക്ഷാത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. രണ്ടാമത്തെ വരിയിരിക്കുന്നത് ഇതി പ്രതീയതയെ സാക്ഷാത് കഥം സ്യാത് ദേഹഃ പുമാൻ. ഇതി പ്രതീയതയെ സാക്ഷാത്. ഇത് വെറും യുക്തി മാത്രമല്ല, നേരിട്ട് കണ്ണിന് അനുഭവമായിരിക്കുന്നതും കൂടിയാണ്. അല്ലെ? ഈ മാറ്റത്തെ കണ്ണുകൊണ്ട് അനുഭവിച്ച് കാണുന്നുണ്ടല്ലോ. യുക്തിക്ക് ബുദ്ധി വേണം. ഇവിടെ ബുദ്ധി വേണമെന്നില്ല. പ്രതീയതേ, ഡയറക്റ്റായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. പ്രതീയതേ എന്നാൽ ഡയറക്റ്റായി അറിയുന്നു. സാക്ഷാൽ പ്രതീയത, ഡയറക്റ്റായിട്ട് അറിയുന്നു. സാക്ഷാൽ എന്നാൽ അതിന് വേറെ സൂക്ഷ്മ പ്രമാണമില്ലാതെ നേരിട്ട് എന്നർത്ഥം. വേറൊരു പ്രമാണമൊന്നും വേണ്ട. സാക്ഷാത് എന്ന് പറഞ്ഞാൽ നേരിട്ട്. പ്രമാണത്തിന്റെ ആവശ്യമേ ഇല്ല, നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ പ്രമാണത്തിൽ തന്നെ രണ്ടു തരമായിട്ട് പറയും. സാധാരണ പറയുമ്പോൾ സ്ഥൂല പ്രമാണം എന്നും സൂക്ഷ്മ പ്രമാണം എന്നും പറയും. കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ നമുക്ക് സ്ഥൂല പ്രമാണം എന്ന് പറയാം. അതിന് പ്രത്യേകിച്ച് ലോജിക്കും യുക്തിയൊന്നും വേണ്ട. കണ്ടു, ഓക്കെ, അങ്ങനെയാണ്. അതിന് വേറെ തന്നെ യുക്തിയൊന്നും വേണ്ട, പ്രത്യേകം ആലോചിക്കൊന്നും വേണ്ട. ജസ്റ്റ് കാണുന്നു, ഓക്കെ എന്ന് പറയുന്നു. എന്നാൽ ഒരു ബോർഡിൽ ഒരു കണക്ക് എഴുതിയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ചിന്തിക്കണം, അല്ലെ? മീനിങ് അറിയണമെങ്കിൽ ഒരു മാത്തമാറ്റിക്സിന്റെ ഫോർമുലയൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഒക്കെ അറിയണമെങ്കിൽ ചിന്തിക്കണം. ചിന്തിക്കാതെ പറ്റില്ല. കണ്ടതുകൊണ്ട് പറ്റുമോ? ബോർഡിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കണ്ടാൽ അതിന്റെ സാരമോ കാര്യമോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇല്ല. അപ്പൊ കാഴ്ച പോരാ, അവിടെ ചിന്തിക്കുക കൂടെ വേണം. ഒരു എന്താ പറയാ, ഒരു തിയറി എഴുതിയിട്ടാൽ അതെന്താണ് എന്നറിയണമെങ്കിൽ ചിന്തിക്കണം. അല്ലെങ്കിൽ എന്തായി, അവിടെ എന്തോ എഴുതിയിരിക്കണു എന്ന് മാത്രമേ വരുള്ളൂ. അത് പോരല്ലോ, അങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ. അപ്പോ അത് സ്ഥൂല പ്രമാണം ആണ്. പക്ഷെ ചിന്തിച്ച് യുക്തിപൂർവകമായി അതിന്റെ ഇന്നർ മീനിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് ഉപയോഗിക്കണേ? സൂക്ഷ്മ പ്രമാണത്തെ ഉപയോഗിക്കുന്നവിടെ. അവിടെയാണ് സൂക്ഷ്മ പ്രമാണത്തെ ഉപയോഗിക്കുന്നത്. സ്ഥൂല പ്രമാണം ജസ്റ്റ് കാണുന്നു, അവിടെ എഴുതിയിട്ടിരിക്കുന്നു, കാണുന്നു, അതുകൊണ്ടാകില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ സൂക്ഷ്മ പ്രമാണത്തെ ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രമാണത്തെ രണ്ടു തരത്തിൽ പറയാറുണ്ട്. അപ്പോ അവിടെ പറയുന്ന ഒരു പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ,
നമ്മുടെ എഡ്യൂക്കേഷൻ കൂടും തോറും, നമുക്ക് വിദ്യാഭ്യാസം കൂടുതൽ കൂടുതൽ കിട്ടും തോറും എന്തിന്റെ ഉപയോഗം കുറയുക? ഇപ്പൊ PhDക്ക് ആൾക്കാർ തീരെ കുറവാണ്. ചെറിയ ക്ലാസ്സുകളിൽ ധാരാളം ആൾക്കാരുണ്ടാകും. വിദ്യാഭ്യാസം കൂടുതലാകും തോറും സൂക്ഷ്മ പ്രമാണ ഉപയോഗം കുറയുന്നു എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസം കൂടുതൽ വരുമ്പോഴും സൂക്ഷ്മ പ്രമാണ ഉപയോഗം കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഡിഗ്രിക്ക് ഉള്ള അത്രയും ആൾക്കാരെല്ലാവരും PhDക്ക് വരുന്നില്ല. ആ സൂക്ഷ്മ പ്രമാണത്തിന്റെ ഉപയോഗം അവിടെ കുറയുക മുന്നോട്ട് പോകും തോറും. കുറച്ച് പേരെ വരുന്നുള്ളൂ. 10,000 പേര് ഡിഗ്രിക്ക് ഉണ്ടെങ്കിൽ 2 പേരെ PhDക്ക് പോകും. അങ്ങനെ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഹയർ സ്റ്റഡീസിലേക്ക് പോകും തോറും സൂക്ഷ്മ പ്രമാണം കുറഞ്ഞു വരുന്നു, എഡ്യൂക്കേഷൻ കൂടും തോറും. അതുപോലെ ശ്രുതി പ്രമാണം വരുമ്പോൾ എന്താണ്, ഉപനിഷത്തുകളെയൊക്കെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഉപനിഷത്തുകളൊക്കെ പ്രമാണമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുമ്പോൾ എത്ര പേരുണ്ട്? ആരും തന്നെ ഇല്ല. അതല്ലേ ശങ്കരാചാര്യസ്വാമി ആദ്യമേ പറഞ്ഞേ, ആരെങ്കിലും എന്താണ് ആത്മതത്വം എന്ന് മനസ്സിലാക്കണം, എന്താണ് ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് മനസ്സിലാക്കണം, എനിക്ക് ശരീരം കിട്ടിയത് എങ്ങനെ, ഇനി എന്തുണ്ടാവും എന്നൊക്കെ ആർക്കെങ്കിലും അറിയണം എന്ന് തോന്നിയാൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നത് എന്ന് ഭംഗിയായിട്ട് ആദ്യമേ പറഞ്ഞിരുന്നു. നമ്മൾ തൈത്തിരീയ ഉപനിഷത്ത് തുടങ്ങുമ്പോൾ അത് മനസ്സിലാക്കിയത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാ, ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും. അന്ന് പറഞ്ഞില്ല, ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു പറഞ്ഞില്ല, അറിയാം ആരും ഉണ്ടാവില്ലെന്ന്. എത്രയോ കോടി ആൾക്കാരിൽ 1-2 പേര് മാത്രമേ ആത്മീയ അന്വേഷണം നടത്തുള്ളൂ. അങ്ങനെ നടത്തിയാൽ അവർക്കൊരു ഉപകാരം വേണമല്ലോ എന്ന് പറഞ്ഞാണ് ആചാര്യസ്വാമികൾ ഇത് എഴുതി വെച്ചത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എത്ര കോടി ജനങ്ങളിൽ നിന്ന് ആണ് നമുക്ക് ഈ ചിന്ത വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ നിസ്സാരമല്ല, നമ്മുടെ വാല്യൂ, അവനവന്റെ വാല്യൂവിനെ അവനവൻ മനസ്സിലാക്കണം. എത്രയോ ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ അപരോക്ഷ അനുഭൂതിയിലേക്കൂടെ നമുക്ക് പോകാൻ തോന്നുന്നത്. നമ്മളെല്ലാവരും ഇപ്പൊ നമ്മളൊരു കുറച്ച് പേരേ ഉള്ളൂ, എങ്കിലും നമ്മളൊരു 10-15 പേര് എത്ര കാളായി ഈ ക്ലാസ്സുകൾ തുടങ്ങിയത്, എന്തെല്ലാം ഗ്രന്ഥങ്ങൾ നമ്മൾ അതിൽ കൂടെ കടന്നുപോയി. അത് നിസ്സാര കാര്യമല്ല. അവനവന്റെ വില അവനവൻ അറിയണം. എന്നിട്ട് വേണം നമ്മൾ കൂടുതൽ കൂടുതൽ അതിലേക്ക് ആഴ്ന്ന് ഇറങ്ങാൻ. ഈ പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇതൊക്കെ ഓർത്തിരിക്കണം. അപ്പോ ഇങ്ങനെ ഈ മാറ്റത്തെ അറിയുന്ന ഞാൻ എങ്ങനെ ശരീരമാകും? കഥം പുമാൻ, ഈ ശരീരം എങ്ങനെ ആത്മാവാകും? ആകില്ല. അപ്പൊ ഈ 3 ശ്ലോകങ്ങളിലും നമ്മൾ യുക്തി ആണ് പറയുന്നത്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരീരമല്ല എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും ഈ യുക്തി ഉപയോഗിച്ച്. ഇവിടെ ഞാൻ വികാരപ്പെടുന്ന അനാത്മാ അല്ല എന്ന് തിരിച്ചറിയണം. ഞാൻ വികാരപ്പെടുന്ന, മാറ്റത്തിന് വിധേയമാകുന്ന അനാത്മാ അല്ല ഞാൻ എന്ന് നന്നായിട്ട് തിരിച്ചറിയണം നമ്മൾ. അതുകൊണ്ട് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ അത്രേ നമുക്ക് പറ്റുള്ളൂ. അത്രേ യുക്തി അവിടെ വരെ വരുള്ളൂ. അവിടെ മുകളിലോട്ടിന് യുക്തി വരത്തില്ല. യുക്തിക്ക് ഇത്രേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഈ മാറ്റം കൊണ്ടുണ്ടായിരിക്കുന്നത് ഞാനല്ല. കാണുന്നത് വസ്തു, ആ കാണുന്ന വസ്തു ഒരിക്കലും കാണപ്പെടുന്ന വസ്തു ഒരിക്കലും കാണുന്ന ആളായിട്ട് മാറാൻ പറ്റില്ല. ഇങ്ങനെയുള്ള 1-2 യുക്തികൾ മാത്രമേ അവിടെ പറയാൻ പറ്റൂ. നിത്യം എന്നത്, ഞാൻ നിത്യം എന്നത് യുക്തി കൊണ്ടറിയാൻ പറ്റില്ല. അതെങ്ങനെ യുക്തി കൊണ്ടറിയാൻ പറ്റണേ? അറിയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമുക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോ ഞാൻ നിത്യം എന്നത് യുക്തി കൊണ്ട് അറിയാൻ പറ്റില്ല. അതിനാൽ അഹം ദേഹവിലക്ഷണ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞു തരുന്നത്, ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്, ഞാൻ ദേഹവിലക്ഷണ എന്ന് പറയും. ഇതി പ്രതീയതേ എന്ന് പറഞ്ഞു വരുമ്പോൾ ദേഹവിലക്ഷണനാണ് എന്ന് പറഞ്ഞു തരും. അല്ലാതെ നമുക്ക് പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദേഹവിലക്ഷണനാണ് എന്ന് പറഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിത്യമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ നമുക്ക് അത്ര അത് ഉള്ളിലോട്ട് ചെല്ലില്ല. അപ്പൊ ഞാൻ ശരീരത്തിൽ നിന്ന് വേറിട്ടവനാണ് എന്നിപ്പോ പറയാൻ പറ്റും. നിത്യനാണെന്നുള്ള കാര്യത്തിലാണ് സംശയം മുഴുവൻ. മരിക്കുന്നതിന് ഇപ്പോഴും വിചാരം. അപ്പൊ നിത്യനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ എന്താ പറയാ, യുക്തി കൊണ്ട് പറ്റില്ല. അപ്പൊ ഇവിടെ പറയുന്ന വേറെ അതിന് പറയുന്നത് വിലക്ഷണനാണെന്ന് പറയാം. ഞാൻ ശരീരത്തിൽ നിന്നും വേറിട്ടവനാണ് എന്നത് ഒരു യുക്തിയും
കോമൺ സെൻസും നമുക്ക് പ്രയോജനം ചെയ്യും. വേറിട്ടവനാണ് എന്ന് മാത്രം മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. ശരീരത്തിൽ നിന്ന് വേറിട്ടവനാണ്, അത്രയും വരെ വന്ന് നിൽക്കാൻ നമുക്ക് യുക്തി കൊണ്ട് സാധിക്കും. ഞാൻ നിത്യനാണ്, ഞാൻ ലോകത്തിന് ആധാരമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള വിഷയങ്ങളൊന്നും യുക്തി കൊണ്ട്, യുക്തിപ്രമാണം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ചെറിയാവുന്ന യുക്തി കൊണ്ട് മനസ്സിലാക്കാവുന്ന 2-3 കാര്യങ്ങളാണ് ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞു തന്നെ. ബാക്കിയൊന്നും യുക്തി കൊണ്ട് പറ്റില്ല. തർക്കശാസ്ത്രമോ അതും ഒരളവ് വരെ മാത്രമേ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഞാൻ ആത്മാ ബ്രഹ്മം ഇത് മനസ്സിലാക്കണമെങ്കിൽ ശ്രുതി മാത്രമേ പറ്റൂ. ശ്രുതി പ്രമാണം മാത്രമേ നമ്മളെ സഹായിക്കുകയുള്ളൂ. അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് യുക്തിയുടെ കാര്യം പറഞ്ഞു. പക്ഷെ നമ്മൾ ബേസ് ആയിട്ട് പോകുന്നത് ഉപനിഷത്തുക്കളിൽ കൂടിയാണ്. ഉപനിഷത്ത് ശ്രുതി പ്രമാണമാണ്. ശ്രുതി പ്രമാണത്തിൽ കൂടി മാത്രമേ ആത്മാ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഞാൻ ആത്മാ എന്ന്, നിത്യനാണ് എന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അടുത്ത ശ്ലോകം മുതൽ ശ്രുതി പ്രമാണമാണ് ആചാര്യസ്വാമികൾ പറഞ്ഞു തരിക. നേരത്തെ ശിഷ്യനോട് പറഞ്ഞല്ലോ, ശ്രുത്യാ യുക്ത്യാച പുരുഷം എന്ന്. ശ്രുതി മൂലവും യുക്തി മൂലവും പുരുഷനെ അറിയുക എന്ന് പറഞ്ഞല്ലോ. അതില് യുക്തിയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു. ഇനി 34 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങളില്, 34 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങളില് ആചാര്യസ്വാമികള് ഉപനിഷത്തുക്കളെ എടുത്ത് ഉപനിഷത്ത് വാക്യങ്ങളെ, ശ്രുതി പ്രമാണങ്ങളെ എടുത്താണ് നമുക്ക് ആത്മതത്വത്തെ മനസ്സിലാക്കി തരാൻ പോകുന്നത്. ആ ഉപനിഷത്തുകളെല്ലാം എന്താ പറയുക, ഉപനിഷത്ത് മുഴുവൻ എന്താ പറയുന്നത്? ഒരു കാര്യം പറയുന്നുള്ളൂ, ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടതാണ് ആത്മാ, ഈ ശരീരമല്ല ആത്മാ, ഇതിൽ നിന്ന് വേറെയാണ് വേറെയാണ് വേറെയാണ്. ഇത് മുഴുവൻ എല്ലാ ഉപനിഷത്തും തന്നെയാണ് പറയുന്നത്. അപ്പൊ ഉപനിഷത്ത് ആ സത്യം ശ്രദ്ധയോടെ പഠിക്കണം, വളരെ വളരെ ശ്രദ്ധയോടെ. യുക്തിയിൽ നിന്നൊക്കെ ശ്രദ്ധയില്ലെങ്കിലും കുഴപ്പമില്ല, യുക്തി കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇനി എടുക്കുന്ന ശ്ലോകങ്ങള് ആചാര്യസ്വാമികൾ തന്നെ അവിടെ പറയുന്നു, വളരെ ശ്രദ്ധയോടെ പഠിക്കണം, മനസ്സിലാക്കണം. പൂർവജന്മ ഇഹജന്മ തപസ്സും പ്രാർത്ഥനയും ഇങ്ങനെ പ്രയോജനം ചെയ്യണം ആണ് ഇവിടെ. ഇപ്പൊ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് പൂർവജന്മ സുകൃതം കൊണ്ട്. ഇനി ചെയ്യേണ്ടത് ഇഹജന്മ തപസ്. ഇഹജന്മ തപസ് ചെയ്യണം, എന്നാലേ ഇതിൽ നിഷ്ഠ വരുള്ളൂ, ആത്മനിഷ്ഠ വരുള്ളൂ. ഇപ്പൊ നമ്മൾ കേട്ടുവെല്ലാം കേട്ടു, കുറെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതിനെ ഉറപ്പിച്ച് അതിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ, ഓരോ പ്രവൃത്തിയും അതിനെ ആയിട്ട് ലിങ്ക് ചെയ്യാൻ, ഇല്ലേ? ജീവിതത്തിലെല്ലാം ഓരോ പ്രവർത്തനങ്ങളിലേ ഇരിക്കുന്നത്. ഓരോ വിചാരങ്ങൾ മനസ്സിലാണ് 10,000 വിചാരങ്ങൾ കടന്നു പോകും. ഇതിലെല്ലാം ആത്മാവാണ് ഞാൻ, ബാക്കിയൊന്നും എന്നെ ബന്ധിപ്പിക്കില്ല, എന്നെ സ്വാധീനിക്കില്ല, സ്വാധീനിക്കാൻ പാടില്ല. എന്റേത് എന്നുള്ള ചിന്ത എന്നിൽ നിന്നും പോണം. ഈ ശരീരവുമായിട്ട് ഒന്നിനെയും ബന്ധിപ്പിച്ച് അതിൽ ഞാൻ കുടുങ്ങിക്കിടക്കരുത്. കുഞ്ഞിലെ ശരീരമല്ല, അത് മാറി, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു. നശിക്കും, ഉറപ്പാണ് നശിക്കും, വലിയ താമസമില്ല, പോവും പോവും പോവും. പക്ഷെ ഞാൻ ഉണ്ടാകും. ഇനിയൊരു ശരീരം എനിക്ക് വേണ്ട. അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അതിൽ നിന്ന് എന്നെ ഒഴിവാക്കണം, ആ പ്രാർത്ഥന വേണ്ട. ഭഗവാന് ആ റിസൾട്ടുകൾ, ആ പുണ്യമൊന്നും എനിക്ക് വേണ്ട. പുണ്യം അനുഭവിക്കാനായിട്ട്, സുഖം അനുഭവിക്കാനായിട്ട് ഇനി എനിക്ക് ഭൂമിയിലേക്ക് വരണ്ട. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. ഞാൻ അറിയാതെ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് വിഡ്രോ ചെയ്തേക്കണം, അത് മാറ്റി കളഞ്ഞേക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. എനിക്ക് എന്താണോ പൂർണ്ണത തൃപ്തിയാകാതെ എൻ്റെ മനസ്സിലുള്ളത്, അങ്ങനെ ഒന്നും ഇരിക്കരുത്. അതിനെ തൃപ്തിയാക്കണം, തൃപ്തിയാക്കി വിടണം, അല്ലെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. തൃപ്തിയാകാതെ മരിക്കരുത് ഒരിക്കലും, പൂർണ്ണ തൃപ്തിയോടെ മരിക്കാവൂ. അപ്പൊ സ്വബോധമുള്ളപ്പോൾ വേണം ആ പൂർത്തി ഉണ്ടാക്കാൻ. നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. പുറത്തേക്ക് ആൾക്കാർ കാണുന്നത് ഒരു പറയും ബോധമില്ല ബോധമില്ലെന്ന്. നമ്മുടെ ഉള്ളിൽ എന്താ പറയണേ നമുക്ക് ആ സമയത്തല്ലേ അറിയാൻ പറ്റില്ല. ഇപ്പൊ അറിയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അറിഞ്ഞ ആരെങ്കിലും പറഞ്ഞാലും പറയാൻ പറ്റില്ല. ഇപ്പൊ ഉപനിഷത്ത് പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിക്കത്തില്ല. അപ്പോ ഇപ്പോ സ്വബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ ഈ വക തീരുമാനങ്ങളും പ്രതിജ്ഞകളും ഒക്കെ എടുക്കുക. അങ്ങനെ പോവാൻ സാധിക്കട്ടെ. അപ്പോ ഉപനിഷത്തിന്റെ മഹത്വം മനസ്സിലാക്കണം. ഉപനിഷത്തുകളുടെ മഹത്വം മനസ്സിലാക്കിയാൽ മാത്രമേ ഉപനിഷത്ത് അറിഞ്ഞു എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഭാഗവതത്തിന്റെ മാഹാത്മ്യം അറിയാതെ ഭാഗവതം കേട്ടിട്ടാണ് ഈ കണ്ട മനുഷ്യർ മുഴുവൻ ഒരു പ്രയോജനമില്ലാതെ നടക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക്
ഇപ്പോ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന പറഞ്ഞൂടാ, കുട്ടികൾക്ക് മണ്ഡലകാലത്ത് നമ്മൾ 41 ദിവസം കുഞ്ഞുങ്ങളെ കൊണ്ട് ഭാഗവത മാഹാത്മ്യം പാരായണം ചെയ്യിച്ച് അതിന്റെ പ്രഭാഷണം കൂടെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അതിനെ പുറപ്പെടാൻ കാരണം 6 അധ്യായങ്ങള് പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന 6 അധ്യായങ്ങളോട് കൂടിയുള്ള ഭാഗവത മാഹാത്മ്യം മുഴുവനായിട്ട് വായിച്ച് അതിന്റെ അതിലുള്ള 1-2 കഥകളൊക്കെ ശരിയായിട്ട് മനസ്സിലാക്കിയതിന് ചുരുക്കം വരെ ഉള്ളൂ. അങ്ങനെയുള്ളവരല്ല ഇപ്പൊ ഭാഗവതം വായിക്കുന്നവരാരും അതിന് ഒരു വെയിറ്റും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതുപോലെ ആ മാഹാത്മ്യം ശരിക്കും മനസ്സിലാക്കിയാൽ ഭാഗവതം താഴെ വെക്കത്തില്ല നമ്മൾ. അപ്പോഴേ അതിനോട് വാല്യൂ ആയുള്ളൂ ആ ഭാഗവതം. അപ്പൊ അത് ഭാഗവതം സാക്ഷാൽ ശ്രീകൃഷ്ണനാകുന്നത് എപ്പോഴാണ്? ഞാൻ ഭാഗവതത്തിൽ ആണ് പ്രവേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ഭഗവാൻ. എപ്പോഴാണ് ആ ഭാഗവതത്തിൽ ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്നത്? നമുക്ക് അനുഭവവേദ്യമാവുക ഈ മാഹാത്മ്യത്തില്. ഇത് പറഞ്ഞിരിക്കുന്ന മാഹാത്മ്യത്തിലാ. ആ മാഹാത്മ്യം മനസ്സിലാക്കാതെ കൊണ്ട് ഭാഗവതത്ത് കൈവച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. മാഹാത്മ്യം മനസ്സിലാക്കിയാൽ കയ്യിലെടുത്ത ഭാഗവതത്തെ താഴെ വയ്ക്കില്ല. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. കുട്ടികളുടെ മനസ്സിൽ ഇരിക്കട്ടെ, ഒരു സമയം വരുമ്പോൾ അവർക്കത് പ്രയോജനം ചെയ്യും. ഇനി ആരെങ്കിലും വലിയവരത് കേട്ടാൽ അവർക്ക് ഉടനെ പ്രയോജനം ചെയ്യും, ഒരു സംശയവുമില്ല. എന്ന് പറഞ്ഞ പോലെ ഉപനിഷത്തിന്റെ മഹത്വം അറിയണം. എന്നാലേ നമുക്ക് ഉപനിഷത്തിൽ പൂർണ്ണ വിശ്വാസം വന്ന് ഉപനിഷത്തിൽ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുള്ളൂ. ഞാൻ എന്നും എന്റേതെന്നും ഉപേക്ഷിക്കണം എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കത് സാധിക്കുന്നുണ്ടോ? സാധിക്കണം. എങ്ങനെ സാധിക്കണം? മനസ്സിന് ഉള്ളിൽ സാധിക്കണം. പുറത്തേക്ക് പറ്റില്ല. പുറത്തേക്ക് ഇപ്പോ മക്കൾ കയറി വരുമ്പോ എന്റെ മക്കളല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്റെ ഭാര്യയല്ലെന്ന് പറയാൻ പറ്റുമോ? എന്റെ ഭർത്താവല്ലെന്ന് പറയാൻ പറ്റുമോ? അവിടെ എന്റെ എന്നുള്ളത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ മനസ്സിലാക്കണം, ഈ ജന്മത്തില് ഈ ശരീരം കിട്ടിയപ്പോൾ ഈ ശരീരവുമായിട്ടുണ്ടായ ലിങ്കാണിത്. പൂർവ്വജന്മങ്ങളിലെ ലിങ്കും അതിനകത്ത് കാണും. പക്ഷെ അത് ആത്മാപരമായിട്ടുള്ള ലിങ്കല്ല, ശരീരപരമായിട്ടുള്ളതാണ്. ഞാൻ സ്വതന്ത്രനാണ്, നിത്യനാണ്. എന്റെ കർമ്മഫലം കൊണ്ടാണ് ഈ ശരീരം കിട്ടിയത്. ഇപ്പൊ ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്നതും കർമ്മഫലം കൊണ്ടാണ്. ഈ ശരീരം മുന്നോട്ട് പോകുന്നതും കർമ്മഫലം കൊണ്ടാണ്. ഈ ശരീരപാദം ഉണ്ടാകുന്നതും കർമ്മം ഒടുങ്ങുമ്പോഴാണ്. ഇങ്ങനെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു അവഗാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പൊ മഹത്വം അറിഞ്ഞാൽ ശ്രദ്ധ കൂടും. ശ്രദ്ധ കൂടിക്കഴിയുമ്പോഴോ, ശ്രദ്ധയില്ലായ്മയാണ് ഒരു തടസ്സം. നേരത്തെ പറഞ്ഞല്ലോ, എന്തിനാണ് അപരോക്ഷാനുഭൂതി? അപരോക്ഷാനുഭൂതി തടസ്സത്തെ മാറ്റാനാണ്. ഒരുപാട് തടസ്സങ്ങൾ അപരോക്ഷാനുഭൂതി കിട്ടാനായിട്ട് തടസ്സങ്ങൾ ഒരുപാടിരിക്കുന്നു. അതിൽ ഒരു തടസ്സമാണ് ശ്രദ്ധയില്ലായ്മ. ഉപനിഷത്തിനിൽ ശ്രദ്ധയില്ലായ്മ. അപ്പൊ ഉപനിഷത്ത് പറയുന്നത് സത്യം എന്ന് അറിയണം. സത്യം എന്ന് അടിയുറച്ച വിശ്വാസവും വേണം. ഉപനിഷത്ത് പറയുന്നതനുസരിച്ച് ഞാൻ എങ്ങനെ ഈ ശരീരമാകും എന്ന് വിചാരം ചെയ്തുകൊണ്ടേ ഇരിക്കണം. പറഞ്ഞല്ലോ, അപരോക്ഷാനുഭൂതി എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യലാണ്. വിചാരം ചെയ്താണ് തടസ്സങ്ങളെ മാറ്റുന്നത്. അപ്പോ പറയുന്നു, ഒന്നും പുതിയതല്ല, പുതിയതായിട്ട് ആരും കണ്ടുപിടിച്ചതെന്നല്ല ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് ആചാര്യസ്വാമി തന്നെ പറയാണ്. ഒന്നും പുതിയതല്ല, എല്ലാം ഉപനിഷത്ത് വാക്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിനെ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് 34 മുതൽ 38 വരെയുള്ള ശ്ലോകം അതിനെ ബേസ് ചെയ്താണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇനി വരുന്ന ഉപനിഷത്ത് പ്രമാണം മൂലമുള്ള ആ ആത്മവിചാരം നമുക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ, അതിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്കിവിടെ നിർത്തുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സായിരാം. സായിരാം സാർ. സായിരാം സാർ. സായിറാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം. സായിരാം സാർ. സായിരാം.